മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം തള്ളാതെ കോൺഗ്രസ്. ലീഗ് നേതാക്കൾ ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ ഉടൻ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഫൈനൽ മീറ്റിങ്ങിന് വെച്ചത്. പക്ഷെ അന്ന് അസംബ്ലി 8 മണിക്കാണ് പിരിഞ്ഞതെന്നുള്ളത് മാറ്റിവെച്ചു. അപ്പോൾ ലീഗ് നേതാക്കൾ അവരുടെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി. ലീഗുമായിട്ടുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കും. അവിടെ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടില്ല. ഒരു റൗണ്ട് ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആ ചർച്ചകളിൽ അങ്ങനെ പല ആവശ്യം വന്നിട്ടുണ്ട്. പല ഘടകകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഇതാണ്. സാഹചര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് UDF നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും അടക്കമുള്ളവർ സമ്മതിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഒന്നാം വട്ട ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും വി ഡി സതീശൻ പറഞ്ഞു. നിലവിൽ കോൺഗ്രസിന് തള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം വന്നിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ഇന്നത്തെ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് വല്ലാത്തൊരു സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ലീഗ്. ആ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നുണ്ട് കോൺഗ്രസ് എന്ന ഒരു സൂചന നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ നേതാക്കളുടെ വാക്കുകളിൽ നിന്നും? സിജു, തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് അധിക സീറ്റ് ചോദിക്കാറുണ്ട്. പക്ഷേ പിന്നീട് മുന്നണി മര്യാദകളെല്ലാം പറഞ്ഞ് അതിൽ നിന്ന് പിന്നോട്ട് പോവാറുണ്ട്. എന്നാൽ ഇത്തവണ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഒരു തവണ മാത്രമാണ് പക്ഷേ ഇവർ തമ്മിൽ ചർച്ച ഉണ്ടായിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 14-ന് നടക്കാതെ പോയത് നിയമസഭ പിരിയാൻ വൈകിയത് കൊണ്ട് തന്നെയാണെന്ന് വീണ്ടും വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ ഡൽഹിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി ഡൽഹിയിലാണുള്ളത്. അവർ മടങ്ങിയെത്തിയാൽ ഉടൻ ചർച്ചകൾ പുനരാരംഭിക്കും എന്നും പറഞ്ഞു. അതേസമയം കെ സുധാകരൻ പറഞ്ഞത് ഒരു തരത്തിലും ഇത്തരത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മുസ്ലിം ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ല, സ്വാഭാവികമായ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ച കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ മത്സരിക്കുമോ എന്ന കാര്യം വീണ്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടായി. അത് പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ തന്നെ മത്സരിക്കും എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഈ സീറ്റിൽ നേരത്തെ മുസ്ലിം ലീഗ് ആവശ്യമുന്നയിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ് കണ്ണൂര്. അവിടെ ഇനി മത്സരിക്കുന്നില്ല എന്ന് സുധാകരൻ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായാണ് സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടാവുന്നത്. അത് മുസ്ലിം ലീഗിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇരു കക്ഷികളും തമ്മിലുള്ള ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. സ്വാലിഹ്, നേരത്തെ ലീഗിന്റെ ആവശ്യം 3 സീറ്റ്, അതിൽ മൂന്നാം സീറ്റ് പറഞ്ഞത് ഒന്ന് വയനാട് അല്ലെങ്കിൽ വടകര അല്ലെങ്കിൽ കണ്ണൂരാണ്. കണ്ണൂർ സീറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ സുധാകരൻ പറഞ്ഞു ഇവിടെ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി അക്കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ വല്ലാത്തൊരു സമ്മർദ്ദത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് വയനാട് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വയനാട് കോൺഗ്രസ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ പിന്നെ വരുന്ന 2 സീറ്റുകൾ വടകരയും കണ്ണൂരുമാണ്. കണ്ണൂരിൽ സുധാകരൻ മാറുന്ന സാഹചര്യത്തിൽ ലീഗിന് കണ്ണൂർ സീറ്റ് കൊടുത്തേക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. നിലവിൽ സീറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ, ഏത് സീറ്റായിരിക്കുമെന്ന് സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ നേതാക്കളോട് ചോദിച്ചു. അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞു? അത്തരത്തിലൊരു ചോദ്യം, ഏത് സീറ്റ് എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ഉണ്ടായില്ല. പക്ഷെ മുസ്ലിം ലീഗ് നിലവിൽ ഈ 3 സീറ്റുകളാണ് ചോദിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ആവശ്യം ഒന്നിലധികം സീറ്റിന് അർഹതയുണ്ട്, ഒരു സീറ്റെങ്കിലും ലഭിക്കണം എന്ന കാര്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ അധിക സീറ്റായി നൽകുന്നത് ഏതാണെന്നത് മുന്നണിയിൽ വിശദമായ ചർച്ചകൾക്ക് മുസ്ലിം ലീഗും തയ്യാറാണ്. ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ ഒരു സമവായ ഫോർമുല ഇനി ഇത് ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നതാണ്. അത് കോൺഗ്രസിൽ അക്കാര്യം ഒരു ധാരണയാക്കാൻ കഴിയാത്തതാണ് ഇരു കക്ഷികളും തമ്മിലുള്ള ചർച്ചകൾ വൈകുന്നത്. പാർലമെന്റ് സീറ്റ് എന്ന ശാഠ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമവായ ഫോർമുലയായി മുന്നോട്ട് വെച്ച രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. അത് കോൺഗ്രസിൽ തന്നെ ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ലീഗിന് ഈ തവണ ഒരു ലോട്ടറി കിട്ടിയ പ്രതീതിയായിരിക്കും. കാരണം ഒന്നുകിൽ ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് കിട്ടുക തന്നെ ചെയ്യുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും കേരളത്തിൽ മുസ്ലിം ലീഗിന് ഇങ്ങനെ ഒരു സീറ്റ് ഒന്നുകിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ
നൽകാതെ ഇനി മുന്നോട്ട് പോവാൻ കോൺഗ്രസിന് കഴിയില്ല. അത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ആവശ്യപ്പെടുന്നത് പോലെയല്ല, ഇപ്പോൾ വേണമെന്ന് കരുതി തന്നെയാണ്, വേണമെന്ന നിർബന്ധത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് കേട്ടതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ, അത് രാജ്യസഭയോ അല്ലെങ്കിൽ ലോക്സഭയോ, ഒരു സീറ്റ് നൽകാതെ ഒരു പക്ഷേ ഈ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടാവും. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ആദ്യം ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ആ ധാരണ വൈകുന്നതാണ് ഇരു കക്ഷികൾ തമ്മിലുള്ള ചർച്ച ഇപ്പോഴും നീണ്ടുപോകുന്നതിനുള്ള കാരണം.